ഹേയ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള കരിമീനാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടില്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും 1/4 ടീസ്പൂൺ വീതമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത്. പിന്നെ 1 നുള്ളി ഗരം മസാലയും 1 നുള്ളി ക്യുമിൻ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് വെള്ളം ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ സൈസുള്ള ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 വലിയ സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഉണ്ടല്ലോ തക്കാളിയൊക്കെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ചെയ്യൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യലാണ്. ഞാൻ അധികം വീഡിയോസിൽ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇനി ഈ തക്കാളിയൊക്കെ ഉടച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ പെപ്പർ പൗഡറൊക്കെ ചേർത്തുകൊണ്ട് എരിവ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ളു ഗരം മസാലയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ടൈമൊന്ന് അങ്ങനെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങൻ്റെ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതാ ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. ഇനി നമുക്കുണ്ടല്ലോ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാണ്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നില്ലേ ഈ ഒരു ഫിഷ് ഉണ്ടല്ലോ പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു ബാക്കിയാണ്. അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. ഇനി ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഫിഷ് ഫ്രൈൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കുറച്ച് ഒരു ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് റെഡിയാക്കാം കേട്ടോ. വാഴയിലയില്ലേ നമ്മൾ വാങ്ങുന്ന സമയത്ത് 5 പീസായിട്ടാണ് ഉണ്ടാവില്ല. അപ്പോൾ വാഴയില കിട്ടിക്കഴിഞ്ഞാൽ പൊതിച്ചോറ്, മീൻ പൊള്ളിച്ചത്, ചിക്കൻ പൊള്ളിച്ചത് അങ്ങനെയുള്ള വാഴയിലിനെ കൊണ്ട് പിന്നെ പറയണ്ട അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ റെഡിയാക്കൽ. ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് വാഴയില റെസിപ്പീസ് മാത്രമേ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടല്ലോ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളൊരു മീനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ വെച്ചിട്ടൊന്ന് നല്ലോണം മസാല ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ റൗണ്ടിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള തക്കാളിയും കുറച്ച് ഉള്ളിയും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇത് പൊതിയുന്ന സമയത്ത് ഇതിലുള്ള മസാല ഒന്നും പുറത്താവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള വാഴയില എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇനി ഇതൊരു നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആക്കിയ മസാല എന്ന് പറയുന്നത് 2 കരിമീൻ പൊള്ളിച്ചതിനേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റാണത്. ഇനി ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു
പൊതിയൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടി. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 10-15 മിനിറ്റോളം ഇതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇടയിലൊന്ന് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വാഴയില കരിഞ്ഞ് പോവാണ്ട് ശ്രദ്ധിക്കണം. ഒരു അത്യാവശ്യം കളർ മാറി വരണം. ഇതെല്ലാം പോലെ ഒരു കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതാണ് കേട്ടോ കറക്റ്റ് ഒരു ഇതൊന്ന് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമ്മൾക്ക് എന്താ പറയുക എല്ലാ റെസിപ്പീസിൻ്റെ കൂടെയും സെറ്റാണ്. പത്തിലിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.